Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ദേശീയപാതയിൽ അങ്കമാലി പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾ നേരിൽ കാണാൻ മന്ത്രി KB ഗണേഷ് കുമാർ എത്തി. സ്റ്റാൻഡ് നവീകരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ KSRTCയും KTDFCയും സാമ്പത്തികമായി പൊളിഞ്ഞിരിക്കുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. കുഴികൾ നിറഞ്ഞ KSRTC സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു. ദേശീയപാതയിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് നേരിടുന്ന നഗരങ്ങളിലൊന്നാണ് അങ്കമാലി. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ, സിഗ്നൽ സംവിധാനത്തിലെ അശാസ്ത്രീയത, ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ കുറവ് തുടങ്ങി കുരുക്കിന് കാരണങ്ങൾ നിരവധിയാണ്. അങ്കമാലി കാലടി മേഖലകളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ സന്ദർശനം. അങ്കമാലി നഗരസഭയുടെയും കറുകുറ്റി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയായ കരയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിലാണ് മന്ത്രി ആദ്യമെത്തിയത്. വാഹനങ്ങളുടെ കൂട്ട ഇടി പതിവായ സിഗ്നൽ ജംഗ്ഷനിലെ അപാകതകൾ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാറും വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പിയും നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമെല്ലാം മന്ത്രിയെ ബോധ്യപ്പെടുത്തി. കരയാമ്പറമ്പിലെയും അങ്കമാലി അങ്ങാടിക്കടവിലെയും സിഗ്നൽ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രി പോലീസിനും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകി. ഒത്തിരി വ്യാപകമാണ്. അതിനൊന്നൊരു നിയന്ത്രണം കൊടുക്കണം. ഇവിടെ ഈ അങ്കമാലി വരെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ജംഗ്ഷൻ വരെ എല്ലാ ജംഗ്ഷനിലുണ്ട്. അവിടം വരെ ആദ്യം നമുക്ക് എടുക്കാം. അതുവരെ നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. ദേശീയ അവിടം വരെ എന്തായാലും എടുക്കാം. നമുക്ക് സമയം കൂട്ടാം. എന്നിട്ട് ഇവിടെ ഒരു പെരുമ്പാവൂർ രണ്ടു കൂടെ വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് റെഡിയാക്കി അത് ഉറപ്പിച്ചു കൊടുക്കണം. താന്ന് പോയി നല്ല ഫിനിഷിങ് ചെയ്യണം. ഓവർ റോഡ് എന്തിനാ കട്ടർ പൊക്കിന്നാന്നോ കിടന്ന് നമ്മൾ കയറില്ല. അപ്പോൾ ആ സ്മൂത്തായിട്ട് വന്നിട്ട് അങ്ങോട്ട് പോട്ടെ കുറേ വണ്ടി നിർബന്ധമായിട്ട് ഈ സൈഡ് SCA പറഞ്ഞ പോലെ ആ സൈഡ് ഉറപ്പിക്കണം. അത് അവർ ചെയ്ത് തരണം. അവരെ നിർബന്ധമായിട്ട് ചെയ്യിക്കണം. പിന്നെ ഈ ട്രാഫിക് കംപ്ലീറ്റ് ഇവിടുത്തെ ആ ജംഗ്ഷനിൽ തിരിഞ്ഞു പോകുന്ന നോ പാർക്കിംഗ് അത് ക്ലിയർ ചെയ്യാം. പിന്നെ അവിടെ നമ്മളിപ്പോൾ സ്ട്രീറ്റ് ആക്കും. അവിടെ നമുക്ക് കുറച്ച് ദിവസം മോട്ടോർ വെഹിക്കിളുകാരെ പോലീസുകാരെ അവിടെ പോസ്റ്റ് ചെയ്യണം. നമ്മളൊരു തൽക്കാലം ഒരു കോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അറ്റേ ജംഗ്ഷനിൽ വണ്ടി വിടും. ഇപ്പം നമ്മൾ ഈ വന്നതിൽ തന്നെ ഞാൻ റോജ് കാണിച്ചു 99% വണ്ടി നേരെ പോകുന്നതാണ്. ഈ വലത്തോട്ട് പഞ്ചായത്തോട്ട് തിരിയുന്ന വണ്ടികൾ വളരെ കുറവാണ്. പക്ഷേ കിടക്കുന്നതിൽ ഒരു 98% വരെ നേരെ പോകാം. നേരെ പോകാൻ പറ്റുന്നില്ല. നേരെ അങ്ങ് ഫ്രീ ആക്കി കൊടുക്കണം. നേരെ ഫ്രീ ആയി ഇങ്ങനെ ഫ്ലോ ചെയ്ത് അവിടെ ഒരു വണ്ടി കാണില്ല. നിങ്ങൾ ഒറ്റ ദിവസം ചെയ്ത് നോക്കൂ. ഒറ്റ വണ്ടിയാണ് സാർ. ആ ലെഫ്റ്റ് സൈഡ് നമുക്ക് കുറച്ചുകൂടി എടുക്കാം. അവിടെ ഒരു ട്രാക്ക് കൂടി ചേർന്നൊക്കെ പോയാൽ അവിടെ ഈ ഒരു ട്രാക്ക് ഫോൺ വെച്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇവിടുന്ന് ബോർഡ് വയ്ക്കണം. ലെഫ്റ്റ് സ്ട്രെയിറ്റ് പോകേണ്ട വണ്ടികൾ ലെഫ്റ്റ് ട്രാക്ക് എന്ന് വെച്ചു കൊടുക്കണം. ഒരു 5-6 ബോർഡിങ് വെച്ചാൽ ഫ്ലെക്സ് ബോർഡ് വെച്ചാലും മതി. അപ്പോൾ ആ ഒരു ആരോ കാണുമ്പോൾ നേരെ പോകണം. ഈ പച്ച മൊപ്പ കത്തുമ്പോൾ നിർത്തിക്കളയും. അപ്പോൾ അവിടെ ആൾ നിന്നിട്ട് ആ ട്രാക്കിൽ കൂടെ അങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ഇതൊരു ശീലമാവും. ഒരിക്കൽ പോയാൽ പിന്നെ വിട്ടു. ഒരാഴ്ചത്തെ പ്രശ്നമുള്ളൂ. നമ്മൾ ഒരാഴ്ച അവരെ മിസ്ഗൈഡ് ചെയ്യുന്ന ആ ചുവന്ന ലൈറ്റായി. അപ്പോൾ ഇതിന് ബാധകമല്ല എന്ന് കണ്ടാൽ അവരെല്ലാവരും പോയിക്കോളും. ബസ്സുകാരും എല്ലാം അത് ഇടക്കില്ല വണ്ടി കൊടുക്കാൻ സാധിക്കും. ഇവരെ ഈ ഒരു നമ്പർ മാറ്റണം. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഈ ഇറങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെ പരിഹാരം അറിയുവാണ്. മെയിനായിട്ട് തൃശ്ശൂരോട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ടൈമറും അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈവേയിൽ കൂടുതൽ സമയം കൊടുക്കണം വണ്ടി ഫ്ലോ ചെയ്യാൻ. ഞങ്ങളിപ്പം ഈ ചാലക്കുടി അങ്കമാലിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തൊട്ട് മുമ്പത്തെ ജംഗ്ഷൻ്റെ പേരെന്താ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ വണ്ടി വന്ന് കിടക്കണം. ഇപ്പോൾ നമുക്കറിയാം ഇപ്പം അങ്കമാലിക്ക് അടുത്ത് വരെ അത് ബ്ലോക്കായി കിടക്കും. അതിൽ 99% വണ്ടികൾ സ്ട്രെയിറ്റ് പോകാനുള്ളവരാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് പോകാൻ വേണ്ടി ഒരു ട്രാക്ക് ഒരുക്കും. അവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ചിട്ട് ആദ്യം നമ്മൾ ബോർഡ് വയ്ക്കും. അവർക്ക് ചുവന്ന ലൈറ്റ് കത്തി കിടക്കുമ്പോൾ അസൗകര്യമുള്ളതുകൊണ്ട് പോലീസും മോട്ടോർ വെഹിക്കിളുകാരും കൂടി ഒരു 2 ആഴ്ച ഡ്യൂട്ടിക്ക് ആളെ ഇട്ടിട്ട് നേരെ വിടും. ഒരു ട്രാഫിക് വാർഡനെ നിർത്തിയിട്ടായിരിക്കും നമ്മൾ നേരെ വിടും. നേരെ പോയി തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ശീലമാകുമ്പോൾ ഈ കിടക്കുന്ന വണ്ടി ഒന്നും കാണില്ല. നമുക്ക് 2 ആഴ്ച അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഈ ആ സൈഡിൽ കിടക്കുന്ന വണ്ടിയുടെ ബ്ലോക്ക് മുഴുവൻ കാര്യമില്ല.
പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതടക്കം എല്ലാ ലൈറ്റിൻ്റെയും ടൈമർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നെടുമ്പാശ്ശേരിയിൽ തിരിയുന്നിടത്ത് നമ്മളിപ്പോൾ പോകുന്നുണ്ട്. അവിടെയും നമ്മളൊരു പരിഷ്കാരം കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സൗകര്യം അവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോകേണ്ട ഒരു മാത്രം വലത്തോട്ട് തിരിഞ്ഞാൽ ഫ്രീ ലെഫ്റ്റും അതെല്ലാം കൊടുത്തിട്ട് മാക്സിമം വണ്ടികളെ സ്ട്രൈറ്റ് വിടാൻ നോക്കും. ഈ വരുന്ന വണ്ടികളിൽ ബഹുഭൂരിപക്ഷം വണ്ടികളും സ്ട്രൈറ്റ് ആയിട്ട് തൃശ്ശൂരേക്ക് പോകാൻ വരുന്നതാണ്. അപ്പോൾ ഈ ടൈമർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വണ്ടിക്ക് പോകാൻ പറ്റും. പെരുമ്പാവൂരെന്നൊരു ബോർഡ് നമ്മളിവിടെ വെച്ചിട്ട് ഈ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് കുറച്ച് ദൂരെ നിന്ന് 2-3 ബോർഡ് വെച്ചാൽ ഈ ലെഫ്റ്റ് പിടിച്ച് കുറേ വണ്ടികൾ അങ്ങോട്ട് പോകും. ഒരുപാട് വണ്ടി ഉണ്ടാവില്ല, കുറച്ച് വണ്ടി ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ എന്നാലും സ്ട്രൈറ്റ് കൊണ്ടുവരെല്ലാം ഇതിൽ പറ്റും. ഈ ലൈറ്റ് നമുക്ക് എടുക്കാനൊക്കെ ലൈറ്റ് പരമാവധി സ്ഥലങ്ങൾ നമ്മൾ എടുക്കും, ലൈറ്റ് ഓഫ് ചെയ്യും. പക്ഷേ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഭാവിയിൽ പല ലൈറ്റുകളും വേണ്ടാന്ന് വയ്ക്കാത്ത രീതിയിൽ ചില മാറ്റങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർദ്ദേശമുണ്ട്. നാട്ടുകാരോട് MLA സംസാരിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാരോട് സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചത് സമയമെടുക്കും. പക്ഷേ പ്രൈമറി ആയിട്ട് നമ്മളിപ്പോൾ ഇത് ഒരു സഡനായിട്ട് എന്താണ് ഇതിന് ഇമ്പാക്റ്റ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചില മാറ്റം ടൈം ഒരാഴ്ചയ്ക്കുള്ളിൽ ടൈമറെല്ലാം 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ തന്നെ അവർ ടെക്നീഷ്യനെ തരും. അവർ ടെക്നീഷ്യനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്നീഷ്യനെ കൊണ്ടുവരും. ഡ്രൈവർമാർക്ക് ലക്ഷ്യം കൊടുക്കേണ്ട ആവശ്യം തോന്നുന്നു. പ്രത്യേകിച്ച് ബൈക്ക് ഡ്രൈവർമാർക്ക് ഇപ്പോഴും റോഡിൽ നടക്കുന്ന വണ്ടി എത്തുന്നു, അവർക്ക് തോന്നിയ പോലെ ഓടിക്കുന്നു. അതിലൊക്കെ നമുക്ക് അവരെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, പഠിക്കുകയല്ല, ഫൈനടിച്ച് കൊടുക്കും പഠിക്കും. അതിനുള്ള നടപടിയിലേക്ക് പ്രവേശിക്കാം. നാട്ടുകാർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് 2-3 ആഴ്ചയ്ക്കാൻ പറ്റും. അത് വരുന്നതോടെ എല്ലാവരും മര്യാദ വണ്ടി കൊടുക്കും. ഫൈനടിക്കാൻ പോലീസിനും RTOയ്ക്ക് മാത്രമല്ല നാട്ടുകാർക്ക് അവസരം. പിന്നീട് വെള്ളക്കെട്ടും ഗർത്തങ്ങളും നിറഞ്ഞ അങ്കമാലി KSRTC സ്റ്റാൻഡിലേക്കാണ് മന്ത്രിയും സംഘവും എത്തിയത്. സ്റ്റാൻഡിലെ പ്രവേശന ഭാഗത്ത് രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി മൈൻഡ് ഓഫ് അങ്കമാലി റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. KSRTC സ്റ്റാൻഡ് നേരിടുന്ന പ്രശ്നങ്ങൾ റോജി M. ജോൺ MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ വിഷയം ഈ യാർഡ് മുഴുവൻ ഭയങ്കരമായിട്ട് പോയി കിടക്കുകയാണ്. ബസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും. അവിടെ ഇങ്ങനെ പോയിട്ട് ആ സിഗ്നൽ വഴി അങ്ങനെ പോകാൻ പറ്റും. അവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ഇതിലൂടെ തന്നെ തിരിച്ചു പോകും. അങ്ങോട്ട് ഇല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള വണ്ടി നേരെ പോകും. തൃശ്ശൂർ ഭാഗത്തേക്ക് KSRTCയുടെ മുമ്പിൽ അവിടെ കൺജസ്റ്റഡ് ആവും. എല്ലാ MLA പണ്ടും എല്ലാ പണ്ടും കുറച്ച് പൈസ ഞാൻ തരാം. മൊത്തം നമുക്ക് ഞാൻ കടയിൽ കെട്ടുമെന്ന് നല്ല എമൗണ്ട് ചെയ്യേണ്ട ഭാഗം ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി സൈസൊന്ന് ഇളക്കി തിരിച്ച് ഫിറ്റ് ചെയ്തിടാൻ കുറച്ച് പൈസ ഞാൻ കൊടുക്കാം. ലോഡുള്ള വണ്ടി വരുന്നുണ്ട്, താന്നു പോകുന്നത് ഞാൻ എസ്റ്റിമേറ്റൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. വരെയൊക്കെ വീടുപിടിക്കാരെ കൊണ്ട് നമ്മളിപ്പോൾ വന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അവരെടുത്ത് തരും. ഞാൻ പറഞ്ഞു കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം. കുറച്ച് പൈസ നിങ്ങൾ തരും, ബാക്കി എമൗണ്ട് ഒന്നും ഇത് തിരിച്ച് ചെയ്യാതെ പൊട്ടിയൊന്നും പോയിട്ടില്ല. ടൈൽസ് താന്നു പോയതാണ്. ഇളക്കി ഫിറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് പൊക്കി ഇട്ടാൽ മതി. അപ്പോൾ അതിനുള്ള ഒരു എസ്റ്റിമേറ്റ് എടുക്കാം. നിങ്ങൾ തരുന്ന തലങ്ങളിലേ നമ്മൾ നോക്കാം. നമ്മുടെ കയ്യിൽ പൈസ വളരെ കുറവാണ്. പ്രശ്ന പരിഹാരത്തിന് പണം വലിയ പ്രശ്നമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഡ് KSRTCയുടേതല്ല, KTDFCയുടേതാണ്. KTDFCയും KSRTCയെ പോലെ തന്നെ സാമ്പത്തികമായി പൊളിഞ്ഞിരിക്കുകയാണ്. സ്റ്റാൻഡ് അറ്റകുറ്റപ്പണിക്കായി റോജി M. ജോൺ MLA കുറച്ച് പണം നൽകും, ബാക്കി പണം KSRTC കണ്ടെത്തും. സ്റ്റാൻഡിൽ നടത്തേണ്ട അടിയന്തര അറ്റകുറ്റപ്പണികൾ വൈകാതെ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഈ KSRTC പരിസരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് അത് ഞങ്ങൾ നോക്കി MLA ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ട്രാഫിക്ക് നോക്കാൻ വേണ്ടി വന്നത്. ഈ യാർഡിൻ്റെ ചില സ്ഥലങ്ങളിൽ താന്നു പോയി, അവിടെയാണ് വെള്ളം കെട്ടിനി. അപ്പോൾ അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മൊത്തം മാറ്റാനും പറ്റില്ല. KTDFCയുടെ KSRTCയുടെ അല്ല, മൊത്തം മാറ്റാൻ വേണ്ടി നമ്മളിത് ഒന്ന് റെക്ടിഫൈ ചെയ്ത് കോൺക്രീറ്റ് റെഡിയാക്കാൻ വേണ്ടി എസ്റ്റിമേറ്റ് PWD ബിൽഡിംഗ് സെലക്ഷൻ എടുപ്പിച്ചു. ഓർഡർ ബിൽഡിംഗ് ആരെങ്കിലും എടുത്തു തന്നാലുണ്ട്. അദ്ദേഹം കുറച്ച് പൈസ MLA പണ്ട് തരും. തികയാത്ത പൈസ KSRTC. നമ്മൾ KSRTCക്ക് എത്ര പൈസയൊന്നുമില്ല, എന്നാലും നമ്മൾ KSRTCയുടെ അല്ല, സ്ഥലം KTDFC കൊടുത്തിരിക്കുകയാണ്. അവിടെയും പൊളിഞ്ഞിരിക്കുക. അപ്പോൾ അവരെങ്കിലും പൈസ ഇല്ല, അവരോട് നന്നാക്കാൻ പറഞ്ഞാൽ അവരുടെയും പൈസ ഇല്ല. ചില മൈനർ വർക്കുകളൊക്കെ ചെയ്യും. ലീക്കുകളൊക്കെ മനുഷ്യൻ കാണുന്ന സ്ഥലത്ത് ഈ കക്കൂസിൻ്റെ സ്റ്റൈൽ കൂട്ടാൻ തീരുമാനിച്ചു. ഈ അങ്കമാലി ബസ് സ്റ്റേഷനിൽ കയറുന്ന ആ ലൈറ്റ് മുതൽ അങ്കമാലി ജംഗ്ഷൻ വരെയുള്ള എല്ലാ ഇടതുവശം പാർക്കിംഗ് അനുവദിക്കുന്നതാണ്. കാരണം ആ പാർക്കിങ്ങുള്ളത് പിന്നെ ഇവിടെ ഒരു റോഡിൽ ഇച്ചിരി ഡാമേജ് ഉണ്ട്. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് പെരുമ്പാവൂർ റോഡ് ലെഫ്റ്റ് പെയിൻ ചെയ്ത് പോകാനുള്ള അവസരമാണ്.
ഇവിടുന്ന് അങ്ങോട്ട് പോകണ വണ്ടിയിൽ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് ഞങ്ങളായിട്ട് വാഗ്ദാനം ചെയ്യുന്നതാണ്. സ്റ്റാൻഡിന് അകത്ത് പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്കുള്ളിലേക്കും അപ്രതീക്ഷിതമായി മന്ത്രി കടന്നുചെന്നു. അടുക്കളകൾക്ക് ഉൾവശം അത്ര വൃത്തിയുള്ളതല്ലെന്ന അഭിപ്രായമാണ് മന്ത്രി പങ്കുവച്ചത്. അവിടെ ഒരു ഭക്ഷണശാല കണ്ടത് വൃത്തിയുള്ളതല്ല, പക്ഷെ അതിൻ്റെ കാലാവധി അവസാനിച്ചു. അത് KSRTC CMD പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. പുതിയ റെക്കോർഡഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നു. വേറെ 2 ജില്ലകളിൽ ഹോട്ടൽ നടത്തി പരിചയസമ്പന്നരായ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നു. ഇനി ക്യാൻറ്റീൻ ലോബിയുടെ കൂടെ ഇല്ല, ക്യാൻറ്റീൻ ലോബിക്കൊന്നും കൊടുക്കത്തില്ല. നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്വന്തമായി 2 ജില്ലകളിലെങ്കിലും ഹോട്ടൽ നടത്തി പേരെടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. KSRTC സ്റ്റാൻഡുകളിലെ ഭക്ഷണശാലകളിൽ ശുചിത്വം നിർബന്ധമാക്കും. പരിചയസമ്പന്നരായവർക്കു മാത്രമേ ഇവയുടെ നടത്തിപ്പ് ചുമതല നൽകുകയുള്ളൂ. KSRTC ഭക്ഷണശാലകൾ കൈയടക്കാൻ ക്യാൻറ്റീൻ ലോബിയെ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. റോജി എം ജോൺ MLA, നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ദേശീയപാത ഉദ്യോഗസ്ഥർ, വ്യാപാരി സംഘടനകളുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവരും ഗണേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നു. സിനിമാ നടൻ കൂടിയായ മന്ത്രിയെ കാണാൻ ഒട്ടേറെ നാട്ടുകാരും സന്ദർശന കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.